ഹലോ, ഞാനിന്ന് ഈ വീഡിയോയിൽ കാണുന്ന ജീവിയെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കണ്ടതാണിതിനെ. ഈ ജീവിയെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിനെ ഗുളിക വണ്ട് എന്നാണ് പറയുന്നത്. അത് പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നു. റോളിപ്പോളി എന്നും പറയാറുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് വണ്ട്, അങ്ങനെ കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഗുളിക വണ്ട് എന്ന് പറയും. ഇവ വണ്ടുകളാണെന്ന് അവയുടെ പേര് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അവ യഥാർത്ഥത്തിൽ വണ്ടുകളല്ല, കരയിലെ ക്രസ്റ്റേഷ്യനുകളാണ്. അതിനാൽ അവയ്ക്ക് ഞണ്ട്, കൊഞ്ച്, ചെമ്മീൻ അതൊക്കെ ആയിട്ട് ഒരു ബന്ധമുണ്ട്. ഈ ജീവിക്ക് അതിജീവിക്കാൻ ഈർപ്പം വളരെ അത്യാവശ്യമാണ്. പക്ഷേ അവയ്ക്ക് വെള്ളത്തിനടിയിൽ ജീവിക്കാൻ സാധിക്കില്ല. അവയുടെ ശരീരത്തിന് വെള്ളം സംഭരിക്കാൻ കഴിയാത്തതിനാൽ അവയ്ക്ക് ഈർപ്പമുള്ള അന്തരീക്ഷം അത്യാവശ്യമാണ്. മിക്കപ്പോഴും അവ പകൽ സമയത്ത് ഒളിച്ചിരിക്കുകയും രാത്രി പുറത്തിറങ്ങുകയും ചെയ്യും. പക്ഷെ ഞാനിന്ന് രാവിലെയാണ് ഇതിനെ കണ്ടത്, അതുകൊണ്ടാണ് വീഡിയോ പിടിക്കാൻ പറ്റിയത്. ഇവ ഐസോപോഡ് കുടുംബത്തിൽപ്പെടുന്നവയാണ്. ഇത് ഇളം ചാര നിറത്തിലോ അല്ലെങ്കിൽ കറുപ്പ് കളറിലോ കാണപ്പെടുന്നു. മരത്തടികൾ, ഇലക്കൂമ്പാരങ്ങൾ, ചവറ്റുകുട്ടകൾ, അതുപോലെ പൂച്ചട്ടികളുടെ ഇടയിലും പിന്നെ കമ്പോസ്റ്റ് തുടങ്ങിയ ഇരുണ്ടതും ഈർപ്പമുള്ളതുമായ സ്ഥലങ്ങളിൽ ഇവ ഒളിച്ചിരിക്കും. പൂർണ്ണ വളർച്ചയെത്തിയ ഈ ബഗുകൾക്ക് 7 ജോഡി കാലുകളാണ് ഉണ്ടാവുക. മുമ്പിൽ 2 ആൻറ്റിനയും ഉണ്ടാവും. ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് 6 ജോഡി കാലുകൾ മാത്രമേ ഉണ്ടാവൂ. ആദ്യത്തെ മോൾട്ടിന് ശേഷം 7ാമത്തെ ജോഡി കാലുകൾ അവയ്ക്ക് ലഭിക്കും. ഈ ഗുളിക വണ്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഇതിന് പിന്നെ ചിലപ്പോൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഇതിന് തോന്നുമ്പോൾ പിന്നെ ഇത് ശരിക്കും ഭയപ്പെടുമ്പോൾ ഇതൊരു ഗോട്ടി പോലെ ആവും. അതായത് ചെറിയ പന്ത് പോലെ ചുരുളും. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇതിനെ ചെറിയൊരു കോലെടുത്ത് അതിനെ തൊട്ടതേ ഉള്ളൂ, അപ്പോൾ അത് പന്ത് രൂപത്തിലായി. പിന്നെ കുറച്ച് നേരത്തേക്ക് അതങ്ങനെ തന്നെ ഉണ്ട്. അതിനെ ഉരുട്ടിയാൽ ഉരുളുന്നു, അതുപോലെ ശരിക്കും പന്ത് പോലെ തന്നെ. പിന്നെ ഒരു 10-30 സെക്കൻഡിന് ശേഷമാണ് അത് മെല്ലെ വീണ്ടും ചലിക്കാൻ തുടങ്ങുന്നത്. അത് ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. ഇത് കോൺഗ്ലോബേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെറിയ ജീവികൾ, പ്രധാനമായും അഴുകുന്ന സസ്യാവശിഷ്ടങ്ങൾ, മറ്റ് അഴുകുന്ന വസ്തുക്കളും ഇവ ഭക്ഷിക്കുന്നു. ഇത് മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്നതിനാൽ അവയെ മികച്ച വിഘടനകാരികളാക്കുകയും ആവാസ വ്യവസ്ഥയ്ക്ക് നല്ലതാക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയ അളവിൽ പുതിയ വേരുകൾ, താഴത്തെ ഇലകൾ, തൈകൾ, പഴങ്ങളും പച്ചക്കറികളും പോലും കഴിക്കാൻ തുടങ്ങുമ്പോൾ അവ ഒരു ശല്യമായി മാറിയേക്കാം.